നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഒരു വസ്തുവാണ്, ഒരു ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പിനെ കൊണ്ട് പലപ്പോഴും നമ്മൾ വല്ലാതെ എടങ്ങേറായിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഉറുമ്പ് പോകുന്നില്ല. എന്നാൽ ഖുർആനിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ആത്മീയമായി ഈ ഉറുമ്പിനെ നശിപ്പിച്ച് കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ഓടി നടക്കുന്നവരാണ്. എന്നാൽ ഉറുമ്പിനെ നശിപ്പിക്കാൻ, ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഖുർആനിൽ പറയുന്ന മഹത്തുക്കൾ പഠിപ്പിച്ചൊരു മരുന്നുണ്ട്. അതെന്താണ് നമ്മൾ പറയുകയാണ്. അതുമാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഈ ഉറുമ്പുകൾ സ്വപ്നത്തിൽ നമ്മൾ കണ്ടാൽ അതിനർത്ഥം എന്താണ്? അതുപോലെ നമ്മൾ അശ്രദ്ധമായി പോകുന്ന, നമ്മുടെയൊക്കെ വീടുകളിൽ ഇട്ടുവെക്കുന്ന പഞ്ചാര ടിന്നുകളിൽ ഉറുമ്പുകളുണ്ട്. ആ ഉറുമ്പുകൾ നാം പഞ്ചസാര എടുക്കുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഉറുമ്പുകളുമായി ഇന്ന് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ജീവിയാണ് ഉറുമ്പ് എന്നുള്ളത്, അല്ലേ? അത് പുതിയ വീടായാലും ശരി തന്നെ, പഴയ വീടായാലും ശരി തന്നെ, എങ്ങനെയൊക്കെ വാടക വീടാണെങ്കിലും ശരി തന്നെ, ഇനിയൊരു ഫ്ലാറ്റാണ്, ഫ്ലാറ്റിന്റെ 100ാമത്തെ നിലയാണെന്ന് വിചാരിക്കുക, 100ാമത്തെ നിലയിലും ഉറുമ്പുണ്ടാകും. ഇത് എവിടെ നിന്ന് വരുന്നോ അള്ളാഹു അല്ലേ? ഒരു മധുരം എവിടെയുണ്ടോ അവിടെ ഉറുമ്പുണ്ടാകും, അത് ഉറപ്പാണ്. പലപ്പോഴും നമ്മൾ ഈ ഉറുമ്പിനെ കൊണ്ട് വല്ലാതെ ഇടങ്ങേറാകുന്നുണ്ട്. എന്നാൽ ഈ ഉറുമ്പുകൾ എന്താണ്? അത്ഭുതമാണ് ഉറുമ്പ്. ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ജീവികളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ആ കിതാബിൽ കാണാം, ഉറുമ്പുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനിൽ 27ാമത്തെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ, ബഖറയിലൂടെ, ആൽ ഇംറാനിലൂടെ, നിസായിലൂടെ നമ്മൾ സഞ്ചരിച്ച് 27ാമത്തെ അധ്യായം എത്തുമ്പോൾ, സൂറത്തെത്തുമ്പോൾ, ആ സൂറത്തിന്റെ പേര് സൂറത്തു നംൽ എന്നാണ്. ഉറുമ്പ് എന്നാണ് സൂറത്തിന്റെ പേര്. ഖുർആൻ പറഞ്ഞ ജീവിയാണ് ഉറുമ്പ്. അപ്പൊ നിസ്സാരായിരിക്കൂലേ? ഖുർആൻ പറഞ്ഞ എന്തൊക്കെ വസ്തുക്കളുണ്ടോ, എന്തൊക്കെ പേര് ഖുർആനിലുണ്ടോ, അതൊക്കെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് എന്ന് ജീവിതങ്ങളിലൂടെ, അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ 27ാമത്തെ അധ്യായത്തിന്റെ പേര് നംൽ എന്നാണ്. മഹാപ്രവാചകനാകുന്ന നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായി എന്തൊക്കെ വസ്തുവകകളുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, എല്ലാത്തിന്റെയും ഭാഷ അള്ളാഹ് അറിയിച്ചു കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉറുമ്പിന്റെ ഭാഷ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാമെന്നാണ്. പലപ്പോഴും നമുക്കറിയാം, ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. മഴയില്ലാതെ, വല്ലാതെ കൊടും വേനലിൽ മഴയില്ലാതെ വിഷമിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഉറുമ്പുകൾ ഒരു ഉറുമ്പ് മലർന്നു കിടന്ന് 2 കൈ കൂപ്പിയിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രംഗം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു എന്നും, അതുമാത്രമല്ല, അത് കാരണം സുലൈമാൻ നബി പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കാര്യമില്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അല്ലാഹ് മഴ തരുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞ ഉറുമ്പുകൾ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ആ ഉറുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ടത് ഐക്യമാണ്, ഒരുമയാണ്. ഇന്ന് നമ്മൾ കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ, ഒരു വാപ്പാക്കുമ്മക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 കൊമ്പത്താണ്. ഒരു വീട്ടിൽ 2-3 മരുമക്കളുണ്ടെങ്കിൽ 2 മരുമക്കളുണ്ടെങ്കിൽ 2 പേര് 2 അറ്റത്താണ്, അല്ലേ? നമുക്ക് ഒരുമയില്ല, ഐക്യമില്ല. എന്നാൽ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ സഫായി വരിയായി പോകും. അവർക്ക് ഒരുമയാണ്, ഐക്യമാണ്. അപൂർവങ്ങളായിട്ട് മാത്രമേ ഉറുമ്പുകളെ ഒറ്റപ്പെട്ട് കാണാറുള്ളൂ. അത് വഴിതെറ്റിപ്പോയതാണല്ലാതെ ഒരിക്കലും വിഘടിച്ചു പോകുന്നവരല്ല, ഒറ്റപ്പെട്ടു പോകുന്നവരല്ല ഉറുമ്പ്. മറ്റൊന്ന്, ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു കാര്യം പരിശ്രമമാണ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ് നമ്മൾ പറയും. കരയിലെ ജീവി ആനയാണ് നമ്മൾ പറയും. ആനയ്ക്ക് എടുക്കാൻ പറ്റുന്ന തടിക്കപ്പുറം വലുത് ആന എടുക്കൂല. ആന ഒരു വെയിറ്റ് എടുക്കണമെങ്കിൽ ആനയ്ക്ക് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അത് എടുക്കുള്ളൂ. എന്ന് ഉറുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പിനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അത് ചുമന്നു കൊണ്ടുപോവുക. ശാസ്ത്രം തെളിയിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഭാരം ചുമക്കാൻ കഴിവുള്ള, തനിക്ക് ചുമക്കാവുന്നതിനേക്കാൾ ഭാരമുള്ള
ഭാരമുള്ള വസ്തു ചുമക്കാൻ കഴിവുള്ള ജീവിയാണ് ഉറുമ്പ്. പരിശ്രമമാണത്. തറയെ വീണാലെ എടുക്കും, വീണ്ടും എടുത്ത് മുതുകിൽ വെക്കും, വീണ്ടും കൊണ്ടുപോകും. അത് ഉറുമ്പിന്റെ വലിയ പരിശ്രമമാണ്. മറ്റൊന്നും മടിയില്ല. ഉറുമ്പിന് മടിയിൽ, ഉറുമ്പിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാണ്. അത് ഇബാദത്തിലേക്ക് ശ്രദ്ധ തെളിയിക്കാനുള്ള മാർഗമാണ് എന്ന് ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അതുപോലെ പരിശ്രമിക്കണം. ദുനിയാവിലും ആഖിറത്തിലും പരിശ്രമശാലികളായി മടിയില്ലാത്തവരായി മാറി. ഇതൊക്കെ ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള കുറേ ഉദാഹരണങ്ങൾ ചിലത് മാത്രം എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഉറുമ്പുകൾ അള്ളാഹ് എപ്പോഴും ഇബാദത്ത് എടുക്കുന്ന എല്ലാ ജീവജാലങ്ങളും എടുക്കുന്നുണ്ട്. അതോടൊപ്പം ഉറുമ്പുകൾ എപ്പോഴും അള്ളാഹ് ഇബാദത്ത് എടുക്കുന്ന ജീവിയാണ്. കാരണം ഖുർആൻ പറഞ്ഞ പേരാണല്ലോ. മഹാരഥനാകുന്ന ഫത്ഹ് ബിൻ ശഖ്റഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഉറുമ്പുകൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കും. റൊട്ടി എല്ലാ ദിവസവും ഞാൻ ഉറുമ്പുകൾക്ക് കൊടുക്കാറുണ്ട്, അത് കഴിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധമായ ആശൂറ നോമ്പിന്റെ അന്ന് ഞാൻ ഭക്ഷണം കൊടുത്തു, കഴിക്കണില്ല. അങ്ങനെ അതിനെപ്പറ്റി മഹാനായ അബുൽ ഹസനുൽ ഖസ്വീനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പരിശുദ്ധമായ മനുഷ്യൻ നോമ്പെടുക്കുന്നത് പോലെ ഉറുമ്പുകളും നോമ്പെടുക്കാറുണ്ട് എന്ന് അന്ന് ജീവിച്ചിരുന്ന അള്ളാന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ് മഹാനായ അബുൽ ഹസനുൽ ഖസ്വീനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ പറഞ്ഞു അത്രേ, ആശൂറന്റെ അന്നല്ല, നോമ്പ് മനുഷ്യനുള്ളതുപോലെ ഉറുമ്പുകളും നോമ്പെടുക്കാറുണ്ട്. ചുരുക്കത്തിൽ ഉറുമ്പിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് എന്നാണ്. അപ്പൊ എന്റെ പ്രിയം, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ റൂമിൽ എത്രയോ തരം ഉറുമ്പുകളുണ്ട് അല്ലേ? കറുത്ത ഉറുമ്പുകൾ, ചുമന്ന ഉറുമ്പുകൾ, ചോനൻ ഉറുമ്പുകൾ, അങ്ങനെ പല പേരുകൾ പല നാട്ടിലെ പറയും, പല പേരുകൾ പറയും. അങ്ങനെ പല ഉറുമ്പുകളും കൊണ്ട് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ശല്യവുമായി മാറാറുണ്ട്. പലപ്പോഴും ആ ശല്യം അധികരിക്കുമ്പോൾ നമ്മൾ ഉറുമ്പിനെ തീയിട്ട് നശിപ്പിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിനല്ലാതെ ഒരു പടപ്പിനും ഒരാൾക്കും അർഹതയില്ല. റബ്ബാണ് തീയുടെ ഉടമസ്ഥൻ. ആ തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ പടച്ച തമ്പുരാനാണ്. ആ തീ അള്ളാഹു നരകത്തിൽ പടച്ചിട്ടുണ്ട്. അത് അള്ളാഹ് വിചാരിക്കുന്നവർ കൊടുക്കും. നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, തീ കൊണ്ട് ശിക്ഷിക്കാൻ നമ്മൾ പാടില്ല. എന്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ വീട്ടിൽ വിറകുകളൊക്കെ അടുക്കി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് നമ്മൾ വിറകെടുത്തുകൊണ്ടൊന്ന് നേരെ അടുപ്പിൽ വെക്കും. അടുപ്പിൽ വെക്കുമ്പോഴായിരിക്കും അതിനകത്ത് ഉറുമ്പുകളുണ്ട് നമ്മൾ അറിയുക. നമ്മൾ മൈൻഡ് ചെയ്യൂല, അശ്രദ്ധമായി പോകും. അള്ളാഹിന്റെ അടുക്കൽ വലിയ ശിക്ഷയുണ്ട്. പ്രത്യേകം എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കാനുള്ളത്, വിറകുകൾ നാം അടുക്കി വെച്ചിരിക്കുന്നതെന്ന് എടുക്കുമ്പോൾ അതൊന്ന് തട്ടിക്കുടയണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉറുമ്പിനെ രക്ഷപ്പെടുത്താൻ. ചിലപ്പോൾ ഇഴജന്തുക്കളോ പാമ്പുകളോ തേളുകളൊക്കെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോകും, ഇങ്ങനെ വിറകെടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കൊണ്ട് പോകുമ്പോഴായിരിക്കും അതിൻ്റെ അകത്ത് ഇരിക്കുക. ചിലപ്പോൾ അബദ്ധങ്ങൾ, പാമ്പുകൾ നമ്മുടെ കൊത്താൻ സാധ്യതയുണ്ട്, തേളുകൾ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് ഉറുമ്പിനെ തട്ടിക്കളയാൻ വേണ്ടി നമ്മൾ വിറകിന്റെ ഒരു അറ്റം പിടിച്ച് ഇങ്ങനെ കുടയാം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളും. ഉറുമ്പുണ്ടെങ്കിൽ അത് പോകും. അതുകൊണ്ട് പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കുക, വിറക് എടുത്തുകൊണ്ടുവന്ന് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് അതിൽ ജീവികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അടുപ്പിൽ വെക്കാവൂ. തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രം അർഹതയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നുണ്ട്. പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നുണ്ടാകും. ഈ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ടിന്ന് നമുക്കറിയാം, പലപ്പോഴും തുറക്കും അതിനകത്ത് ഉറുമ്പുണ്ടാകും. എങ്ങനെ കയറി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അപ്പൊ ഉമ്മമാർ പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? പടച്ചവനെ, ഉറുമ്പുകളെ കൊണ്ട് വല്ലാത്ത അവസ്ഥ തന്നെ. ഇനി വയറ് കീറി വയറിനകത്ത് വെക്കാനേ ഇടവുള്ളൂ, ബാക്കി എല്ലായിടത്ത് വെച്ചാലും ഉറുമ്പ് തന്നെ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണ്, ഉറുമ്പ് വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും പഞ്ചസാരയുടെ ടിന്ന്, നമ്മളെ പാട്ടയൊക്കെ നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കും. അപ്പൊ അതിനകത്ത് പലപ്പോഴും ഉറുമ്പുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മളെന്ത് ചെയ്യും? ഗസ്റ്റ് വരും, വെള്ളം കലക്കാൻ, അല്ലെങ്കിൽ ചെറുചായ ഇടാൻ, അല്ലെങ്കിൽ കട്ടൻ ചായ ഇടാൻ, അല്ലെങ്കിൽ ചായ ഇടാൻ എന്ത് ചെയ്യും? പഞ്ചാര എടുക്കുന്നു, നേരം കിടുന്നു, അതിനകത്ത് ഉറുമ്പുണ്ടാവും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചത്ത ഉറുമ്പുണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് ചത്തിട്ടുണ്ടാവും. ആ ചത്ത ഉറുമ്പിനെ എടുത്തു മാറ്റിയിട്ട് വേണം പഞ്ചസാര ഉപയോഗിക്കണം. മഹാരഥന്മാർ പറഞ്ഞു, സൂക്ഷ്മതയ്ക്ക് വേണ്ടി. ആ ഉറുമ്പ് നജസല്ല. ഒലിക്കാത്ത രക്തമില്ലാത്ത ഒരു വസ്തു നജസല്ല. ഉറുമ്പിന് ഒലിക്കുന്ന രക്തമില്ല, അതുകൊണ്ട് നജസല്ല. എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ ഉറുമ്പ് വീണ ആ സ്ഥലം, ആ പഞ്ചസാരയിൽ നിന്ന് ഉറുമ്പിനെ എടുത്തു കളഞ്ഞിട്ട് വേണം ചായയിലേക്ക് ഇടാൻ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നിനും നമ്മൾ അകാരണമായി കൊല്ലാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉറുമ്പ് നമുക്ക് വല്ലാത്ത ശല്യമായി വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? DDTയോ അതുപോലെയുള്ള രാസപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ വലിയ ലായനികളൊക്കെ നമ്മൾ അതിൽ ഒഴിക്കാറുണ്ട്. എന്നിട്ടും രക്ഷയുണ്ടാവില്ല. അപ്പൊ കുറച്ചു നേരം മാറി നിൽക്കുമെങ്കിലും എന്തുണ്ടാവില്ല? ഒരു ശമനം ഉണ്ടാകില്ല. എന്നാൽ ഖുർആൻ എന്തെങ്കിലും രക്ഷയുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. അതിന് മറുപടി, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ മരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ
ഖുർആൻ സൂറത്തുൻ നംൽ. നമുക്കറിയാം ഈ ഉറുമ്പിന്റെ പേര് പറയുന്ന സൂറത്താണ്. ഈ പരിശുദ്ധമായ നംലിൽ 18ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഈ പരിശുദ്ധമായ ആയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ വെള്ളത്തിൽ 41 വട്ടം ഓതി അതിലേക്ക് ഊതുക. എന്നിട്ട് ഉറുമ്പുള്ളിടത്ത് തളിച്ചാൽ ഉറുമ്പിന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവായി മുജറബ് എന്ന് പറഞ്ഞാൽ അനുഭവമായി പല ആളുകൾ ചെയ്ത, പല ഉമ്മമാരും അനുഭവങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണ്. സൂറത്തുൽ നംലിലെ ഖാലത്ത് നംലതു യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ എന്ന ആയത്ത് 41 വട്ടം ഓതുക. ഇത്തിരി സമയം മതിയല്ലോ ഓതി തീർക്കാൻ. അത് ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ ഉറുമ്പുള്ള ഭാഗം തളിച്ചാൽ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവൂല. ഇനി ഉറുമ്പുകൾ നമ്മൾ സ്വപ്നം കണ്ടാലോ? പലപ്പോഴും നമ്മൾ ഉറുമ്പുകളെ സ്വപ്നം കാണാറുണ്ട്. മഹാരഥനാകുന്ന ഇബ്നു സീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉറുമ്പുകൾ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ജനക്കൂട്ടം, നമ്മുടെ കുടുംബം, ആളുകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ജനക്കൂട്ടത്തെയും കുടുംബത്തെയൊക്കെയാണ് കൂടുതലും അതിനെ പ്രതിനിധീകരിക്കുക സൂചന എന്ന് മഹാനായ ഇബ്നു സീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഇനി ഉറുമ്പുകൾ കൂട്ടമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായി നമ്മൾ സ്വപ്നം കാണുകയാണ്. നമ്മുടെ വീട്ടിൽ ഉറുമ്പുകൾ കൂട്ടമായി വരുന്ന സ്വപ്നം കണ്ടാൽ മഹാരഥന്മാർ പറയുന്നു, വിവാഹം കഴിഞ്ഞവരാണ് എങ്കിൽ ധാരാളം സന്താന സൗഭാഗ്യം ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നതിന്റെ അടയാളമാണ് എന്ന് മഹാരഥൻ പറയുന്നു. മാത്രമല്ല അതൊരു പരീക്ഷണങ്ങളും കൂടിയാണ് എന്ന് നമുക്കറിയാം. ഖുർആൻ പറഞ്ഞു മക്കൾ പരീക്ഷണമാണ്, സമ്പത്ത് പരീക്ഷണമാണ്. സ്വാഭാവികമായും പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഉറുമ്പുകൾ കൂട്ടമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്നാണ്. ഇനി വീട്ടിൽ നിന്ന് ഉറുമ്പുകൾ പോകുന്നത് കണ്ടാൽ പരീക്ഷണങ്ങൾ മാറുന്നുണ്ട്, പരീക്ഷണങ്ങൾ മാറാനുണ്ട്, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറാനുണ്ട് എന്നതിന്റെ സന്തോഷ സൂചകമാണ് എന്ന് മഹാരഥൻ പറയുന്നുണ്ട്. അതല്ല, ഇനി വീട്ടിലല്ല, നമ്മുടെ ശരീരത്തിൽ ഉറുമ്പ് കയറിയെന്നോ ഉറുമ്പ് പോയി എന്നോ സ്വപ്നം കണ്ടാൽ അത് വല്ലാത്ത സങ്കടകരമായ മരണത്തെ സൂചിപ്പിക്കാനാണ് എന്ന് മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഉറുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു മഹാത്ഭുതമായ ജീവിയാണ്. അതുകൊണ്ട് ഉറുമ്പിൽ നമ്മൾ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതോടൊപ്പം പ്രിയമുള്ളവർ, ഉറുമ്പിനെ നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ കരിച്ചു കളയാൻ പാടില്ല. അതിനെ നമ്മൾ ഈ ഖുർആനിക ആയത്ത് ഉപയോഗിച്ച് നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാം, പിന്നെ ഉറുമ്പ് ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. നമ്മൾ പലപ്പോഴും ഒരു ഉറുമ്പിന് വേണ്ടി എല്ലാത്തിനും നമ്മൾ കൊല്ലാറുണ്ട്. നമ്മളിപ്പോൾ കിടക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ എവിടെയെങ്കിലും കിടക്കുവാണെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉറുമ്പ് നമ്മളെ വന്ന് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ ഉറുമ്പിനെ അങ്ങ് ഞെക്കി കൊല്ലും, എന്നിട്ട് ആ കൂട് മൊത്തം നശിപ്പിക്കും. മറ്റുറുമ്പുകൾ നമ്മൾ എന്തോ ദ്രോഹം ചെയ്തേ? ഒരു ഉറുമ്പല്ലേ കടിച്ചിട്ടുള്ളൂ. ഇതേ സംശയം ആർക്കുണ്ടായി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നബി, അള്ളാഹുവെ പടച്ചവനെ, ഈ ഒരു നാട്ടിൽ നീ പരീക്ഷണങ്ങൾ ഇറക്കുമ്പോ ആ നാട്ടിൽ നിരപരാധികളുണ്ടാകും, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, പാവങ്ങളുണ്ടാകും. പടച്ചവനെ, അവർക്കോ ശിക്ഷ ഉണ്ടാവൂലേ? ഒരു ഭൂകമ്പം കൊടുക്കുമ്പോൾ, വെള്ളപ്പൊക്കം കൊടുക്കുമ്പോൾ, പ്രളയം കൊടുക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിൽ ഉൾപ്പെടൂലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് ഒന്നും മിണ്ടിയില്ല. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിച്ചപ്പോൾ ഉടൻ തന്നെ ആ കൂട് മുഴുവനും മൂസാ നബി അലൈഹി സ്വലാത്തു നശിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അള്ളാഹ് ചോദിച്ചു, ഇപ്പൊ എന്തേ നിരപരാധികൾ എന്തേ രക്ഷപ്പെടുന്നുണ്ടോ എന്ന് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കി കൊടുത്തു എന്ന് ചരിത്രം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഉറുമ്പുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഉറുമ്പുകളെ നമ്മൾ കരിച്ചു കളയാൻ പാടില്ല. ഉറുമ്പ് ശല്യം മാറാൻ ഈ പറയുന്ന സൂറത്തുൻ നംലിലെ ഈ ആയത്ത് ഓതിയിട്ട് വെള്ളം തളിച്ചാൽ മതി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷകരമായ ജീവിതം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ വീടുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഫൗണ്ടേഷന് നമ്മൾ മണ്ണിടുമ്പോൾ ആ മണ്ണിൽ വേരുകളും കമ്പുകളും അതൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മാറ്റണം. ആ വേരുകളിലും കമ്പുകളൊക്കെ ചിതല് കയറുകയും അതിലൂടെ ഉറുമ്പുകൾക്ക് വരുന്നു എന്ന് വാസ്തുശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക വാസ്തുശാസ്ത്ര പണ്ഡിതന്മാർ ഉറുമ്പ് വരാൻ ഒരു കാരണം ഫൗണ്ടേഷനിൽ ഇടുന്ന മണ്ണ് ഒരു കാരണമാകുമെന്ന്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ഉണർത്തുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അറിയാം, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ
തീരം എന്നൊരു ആത്മീയ മജ്ലിസ്, ആയിരങ്ങൾ സംഗമിക്കുന്ന തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുകയും ചെയ്യുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന നമ്മുടെ തന്നെ ചാനലായ ബദറിൻ തീരം എന്ന ചാനലിൽ നടക്കുന്നുണ്ട്. അതിലേക്കും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആരക്കണം. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് കമന്റിലൂടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹ് ഹാസിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.